നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 21 ദിവസം ഒരശുദ്ധിയും കൂടാതെ, അതായത് വധൂവരന്മാർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിർമാല്യം തൊഴണം. രണ്ടുപേരുടെയും നാളിൽ ഐശ്വര്യപൂജ നടത്തണം. അതിനുശേഷം മാത്രമേ ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കാവൂ. അതിന് സമ്മതമാണോ? സമ്മതമാണ് ജോത്സരെ. എന്നാ പിന്നെ ജോത്സര തീയതി കുറിച്ചാട്ടെ. അപ്പോ വിവാഹം ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10-നും 10:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ബാക്കിയെല്ലാം വിശദമായിട്ട് അതിലെഴുതിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, കറക്റ്റ് സമയത്ത് തന്നെയാ വന്നത്. മരുവത്തൂർ വീട്ടിൽ നിന്ന് ആരും സ്ത്രീധനം നൽകാറുമില്ല, ഞങ്ങൾ സ്ത്രീധനം വാങ്ങാറുമില്ല. എന്നാലും പവിയുടെ ആഗ്രഹം അനുസരിച്ച് അവൻ ശ്രേയമോൾക്ക് എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇന്ന് തന്നെ ഞങ്ങൾ ശ്രേയയുടെ പേരിലേക്ക് മാറ്റുക. വക്കീലേ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. അതിനെ വിൽപ്പത്രം കൂടി വേണം. അതിങ്ങെടുത്തോണ്ട് വരൂ. മോനെ, ആ വിൽപത്രം ഇങ്ങെടുത്തിട്ട് വാ. ചെല്ല്. മോനെ, അത് വക്കീലിന് കൊടുക്ക്. മാഡം, ഇത് വിൽപ്പത്രമല്ല, ഇത് കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവോ? വക്കീലെ, ഒന്ന് വായിച്ചു വക്കീലേ.
എന്താ വക്കീലേ? മരുവത്തൂരിലെ സ്വത്തിൽ നിന്ന് 1 രൂപ പോലും നിങ്ങളുടെ മകളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റില്ല. മരുവത്തൂർ വീടുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും പ്രോപ്പർട്ടിയോ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡിൽ വരുന്ന ഏതെങ്കിലും ഷെയറുകളോ നിക്ഷേപങ്ങളോ ഇനി ഒരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവാണിത്. ദർശനേ, എന്താ ഇത്? അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് രൂപേഷേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ദർശനയ്ക്കെതിരെ ആരും ഒന്നും പറയണ്ട. ഇത് ചെയ്ത ഞാനാ. മോനെ, നീയോ? എന്തിനാ നീ ഈ ചതി ചെയ്തേ? പവി, എന്റെ മോളുടെ ജീവിതം നീ തകർത്തത്. നന്ദിയില്ലാത്തവനെ. മോനെ, എന്തിനാ നീ ഇത് ചെയ്തത്? ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്തതിന് വ്യക്തമായ കാരണമുണ്ട്. എന്ത് കാരണം? ഇപ്പൊ ഈ കല്യാണം മുടക്കാൻ നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആരുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്. അതിനിടയിൽ കല്യാണം വന്ന് കയറിയതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സംഭവിച്ച എന്താന്ന് ഞാൻ പറയാം. അന്ന് വക്കീല് കൊണ്ടുവന്ന വിൽപത്രം എന്റെ കയ്യിലായിരുന്നല്ലോ ഇരുന്നത്. ആ വിൽപത്രം എന്റെ മുറി കയറി ആരോ മോഷ്ടിച്ചു. അത് നശിപ്പിച്ചു. മോനെ, മോന്റെ മുറിയിൽ കയറി അലമാര തുറന്ന് വിൽപത്രം എടുത്ത് നശിപ്പിച്ചെന്നോ? ആർക്കാ ഇത്ര ധൈര്യം? അതൊന്നും എനിക്കറിയില്ല. വിൽപത്രം എന്റെ മുറിയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ എന്താ ചതി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിയത്. ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ ദർശനോട് പോലും പറയാത്ത. വക്കീലെ, ഈ കോടതി ഉത്തരവ് മാറ്റാൻ എത്ര ദിവസം വേണ്ടിവരും? ഇന്ന് തന്നെ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. ഇപ്പൊ വെക്കേഷൻ കോടതികൾ മാത്രമേ ഉള്ളൂ. മിനിമം 1 മാസം കഴിയാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല. അയ്യോ, 1 മാസോ? ചേച്ചി, അപ്പൊ എന്റെ മോളുടെ വിവാഹം അതെങ്ങനെ നടത്തും? അതൊന്നും എനിക്കറിയില്ല. മരുവത്തൂർ വീട്ടിലെ കമ്പനിയുടെയോ ഷെയറോ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ ഒന്നും ഇപ്പൊ ആരുടെയും പേരിലേക്ക് മാറ്റാൻ കഴിയില്ല. അതൊക്കെ പിന്നീട് മതിയെങ്കിൽ കല്യാണം നടത്താവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് നിർത്തിക്കേ. നിങ്ങളെന്താ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നോ? ഇന്ന് തന്നെ ഇതൊന്നും എഴുതി വെക്കാൻ ഞങ്ങളാരും നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. പക്ഷേ ഞങ്ങളോട് വാക്ക് പറഞ്ഞത് അത് നിങ്ങളാ. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, അല്ലാതെ നാടകം കളിക്കുന്നത് ശരിയല്ല. വാക്ക് പാലിക്കാത്തവരുമായി ഞങ്ങൾക്കൊരു ബന്ധവും വേണ്ട. മോനെ സതീഷേ, നിനക്ക് ഈ കല്യാണം വേണോ? അല്ല മാവ, അളിയ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് ഈ കല്യാണം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ടോ, ഇറങ്ങിപ്പോ. എന്റെ മകൾക്ക് ഇതിനേക്കാൾ വേറെ നല്ല ബന്ധം കിട്ടും. ഇനി എന്തിനാണ് നിൽക്കുന്നേ? നാണം കെട്ടത് പോരെ. വാക്കിന് വിലയില്ലാത്ത കുടുംബക്കാരുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട. വിൽപത്രം മോഷ്ടിക്കുന്നു, കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങുന്നു, ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കുന്നു. ചാതിയന്മാരാ നിങ്ങൾ, ചാതിയന്മാർ. ഒരു വലിയ മരുവത്തൂരുകാർ വന്നിരിക്കുന്നു. വാടാ ഇങ്ങോട്ട്.